ബിഗ് ബോസ് സീസൺ 6 എന്ന പേര് മാറ്റിയിട്ട് ജാസ്മിൻ ഒരു കപ്പ് എന്ന പേര് കൊടുക്കുന്നതായിരിക്കാം കുറച്ചും കൂടെ നല്ലത്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇന്ന് അവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിൽ കുറച്ച് പേപ്പേഴ്സ് ചുരുട്ടിയിട്ടിട്ടുണ്ട്, അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെടുക്കുന്ന ആൾ അതിനെപ്പറ്റി സംസാരിക്കുക എന്നതായിരുന്നു ടാസ്ക്. അപ്പോൾ ഓരോ ബൗളിൽ ഓരോരുത്തരായി വന്നെടുക്കുന്നു. അങ്ങനെ വന്നെടുക്കുന്നതിൽ ഋഷി വന്നിട്ടൊരു ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഋഷി പറയുന്നു, എനിക്കങ്ങനെ ആരെയും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ചീട്ട് നേരെ ജാസ്മിനിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിൻ അവിടെ പറയുന്നത് അൻസിബയാണ് ഒരു ഫേക്ക് ഫ്രണ്ട്, ഋഷിയുടെ ഒരു ഫേക്ക് ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഋഷി ചെയ്യുന്ന പോസിറ്റീവ്സ് മാത്രമേ അൻസിബ പറയുന്നുള്ളൂ, ഒരിക്കലും ഋഷിയുടെ നെഗറ്റീവ് പറയുന്നില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവർ ഓരോരുത്തർ ചുറ്റെടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇതിന് എതിരഭിപ്രായം ഉണ്ടോന്ന്. അപ്പോൾ നോറ, അൻസിബ, ജാസ്മിൻ ഇങ്ങനെ പലരും കൈവെക്കുന്നുണ്ട്. അതിൽ നോറ പറയുന്നത് അൻസിബയെക്കുറിച്ചാണ്. അൻസിബ ഓൾറെഡി ഒരു ചിട്ടെടുത്തപ്പോൾ പറഞ്ഞതോട് സഹതാപം കൊണ്ട് നിൽക്കുന്നത് നോറയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നോറയ്ക്ക് എന്തായാലും നോറയുടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണമല്ലോ. അതുകൊണ്ട് നോറ ആ ക്ലാരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം അടുത്തത് അൻസിബയിലേക്കാണ് പറയുന്നത്. അപ്പോൾ അൻസിബയുടെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു ഫേക്ക് ഫ്രണ്ട് അല്ല, ഞാൻ ഒരു ഫ്രണ്ടായിട്ട് കാണുകയാണെങ്കിൽ അത് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നുള്ള രീതിയിൽ ജാസ്മിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഋഷിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഋഷി ജാസ്മിനെതിരെയാണ് പറയാൻ പോകുന്നതെന്ന് ലാലേട്ടന് മനസ്സിലായി. അപ്പോൾ ലാലേട്ടൻ ഋഷി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഋഷിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണോ നിങ്ങൾ ചിട്ടെടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ലാലേട്ടൻ പറയുന്നത് അത് അന്നേരം പറയാൻ പറ്റില്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിൻ്റെ വാലയെ തൂങ്ങി പറയണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ശരിക്കും അത് അവിടെ ഋഷിക്ക് പറയാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ടല്ലേ ഋഷി പറഞ്ഞത്. ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാമെന്ന്. അതിനുശേഷം ജാസ്മിനെതിരെയാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഇത് ആക്ച്വലി നമുക്ക് ലാലേട്ടനല്ല ഇതിൽ കുറ്റം പറയേണ്ടത്. കാരണം കുറേ എപ്പിസോഡ്സ് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ശരിക്കും ഋഷി പറയാൻ പോയത് എന്താണെന്ന് പോലും കേൾക്കാണ്ട് ലാലേട്ടൻ അവിടെ ഋഷിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് ആക്ച്വലി ഷോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ജാസ്മിനെ ഫേവർ ചെയ്ത് ബിഗ് ബോസ് ക്രൂവിനകത്ത് കുറേ ആൾക്കാരുണ്ട്, അവരുടെ ഒരു പ്ലാൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജാസ്മിന് എങ്ങനെയെങ്കിലും കപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് ജാസ്മിന് മാക്സിമം എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ അതുപോലെയാണ് ചെയ്യുന്നത്. ഫാമിലി കൊണ്ടൊന്നും ഫാമിലിയുടെ കാര്യങ്ങൾ പുറത്ത് നമ്മൾ പലതായിട്ട് കേൾക്കുന്നുണ്ട് ന്യൂസ്. അപ്പോൾ എല്ലാം കൊണ്ട് ജാസ്മിന് കപ്പ് കൊടുക്കാൻ എങ്ങനെ ജാസ്മിനെ പോസിറ്റീവ് ആക്കാം, എങ്ങനെ ജാസ്മിന് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളും എടുത്തു നോക്കിയാലും നമുക്ക് ക്ലിയർ ആയിട്ട് ജാസ്മിനോടുള്ള ഫേവറിസം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഷോയിൽ ഓരോ എപ്പിസോഡിൽ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിലായാലും ജാസ്മിന് ഓവർ സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ ജാസ്മിന് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ മാക്സിമം ടൈം കൊടുക്കുക. ഇത് ആക്ച്വലി ലാലേട്ടനൊരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് ഷോ ഡയറക്ടേഴ്സും ജാസ്മിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ ഇതിൽ മുങ്ങിപ്പോകുന്നത് ആക്ച്വലി ജെന്യൂൻ ആയിട്ട് അവിടെ കളിക്കാൻ വന്ന കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമാണ്. അവിടെ കുറേ ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് കാരണം അവരുടെ എഫേർട്ടും അവരുടെ ഇതും എല്ലാം യൂസ്ലെസ് ആയി പോവുകയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇപ്പോൾ അൻസിബ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു എവിക്ഷനിൽ പോകേണ്ട ആളല്ലായിരുന്നു. അവിടെ ഇനിയും കുറേ സേഫായിട്ട് അല്ലെങ്കിൽ വാ തുറക്കാണ്ട് മിണ്ടാണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ അപ്സര, അൻസിബ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ബിഗ് ബോസിനൊരു കണ്ടന്റ് കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇവരെ ഇപ്പം തന്നെ ഔട്ടാക്കിയാലേ ജാസ്മിനെ കുറച്ചും കൂടി സേഫായിട്ട് ഈസി ആയിട്ട് ഫിനാലയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ എവിക്റ്റ് ആക്കിയിരിക്കുന്നത്. എന്നാലും നമുക്കിനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമെന്ന് നോക്കാം.